ഹലോ, നല്ല നമസ്കാരം. സർസമീൻ സർസമീൻ ഈ സിനിമ ആ, എന്തുകൊണ്ട് OTT-ൽ വന്നു എന്ന് ചോദിച്ചാൽ നന്നായി. തിയേറ്ററിലൊക്കെ ഇത് വന്നിരുന്നെങ്കിൽ ഒറ്റ ഷോ കൂടി തന്നെ ഈ സിനിമ എടുത്ത് പുറത്ത് കളയുമായിരുന്നു. ഓക്കെ, ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. മകനും അച്ഛനും തമ്മിലുള്ള ഒരു ഇഷ്ടമില്ലായ്മയോ, അതല്ല എങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയമോ, അതല്ല എങ്കിൽ അങ്ങനെയൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്? ഒരു ഊള സിനിമ, അത്രയേ ഉള്ളൂ. എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. പൃഥ്വിരാജ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഡേറ്റിംഗ് കൊടുത്തതാണോ ഈ സിനിമയ്ക്ക് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും പെർഫോമൻസ് ഒക്കെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. ഇത് പ്രത്യേകിച്ച് കജോളും ഇബ്രാഹിമും അതോടൊപ്പം തന്നെ പൃഥ്വിയും, ഇവർ മൂന്നുപേരും നന്നായിട്ട് തന്നെ നല്ല കിടിലം പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല കിടിലമായിരുന്നു. ഇതിൻ്റെ പാട്ടും വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കല്യാണത്തിൻ്റെ പാട്ടൊക്കെ വളരെയധികം നന്നായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഗസൽ സോങ്ങൊക്കെ നല്ല കിടിലമായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിനും തൊട്ട് മുമ്പ് കുറേ സ്ലോ ആയിട്ടുള്ള കുറേ ചില സാധനങ്ങളുണ്ട്. അത് നല്ല കിടിലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഒരു 2 സീന് ഒരുപാട് സ്ലോയിൽ, ഒരു മ്യൂസിക്കൊന്നും ഇല്ലാതെ സൈലൻസ്, ആ സൈലൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മേക്കപ്പ്, എൻ്റെ അമ്മേ, മഞ്ഞിലുണ്ടല്ലോ ഈ ഇതെന്താ പറയുന്നത്, ചുവപ്പ് ചായം കലക്കി ഒഴിച്ചിട്ട് എന്ത് വൃത്തികേടോ മേക്കപ്പ്. അതോടൊപ്പം തന്നെ മഴ പെയ്തിട്ട് പോലും ഈ രക്തം ഇങ്ങനെ കെട്ടി നിൽക്കുവാണ്. ഇവിടെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. രക്തം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. രക്തം ഒഴുകുന്നില്ല. മഴ പെയ്തുകൊണ്ട് കുറ്റിയടിച്ച മഴയിൽ അയ്യോ, രക്തത്തിന് ഒഴുകണ്ടടേ. എത്ര കട്ട പിടിച്ച രക്തമായിരുന്നാലും കട്ടയ്ക്ക് മഴ പെയ്യുമ്പോൾ ഒഴുകണ്ടേ? അത് ഒഴുകുന്നില്ലടേ. ആരുടെയും എല്ലാവരും രക്തക്കളവുമാണ്. പക്ഷെ ആരുടെ രക്തവും എല്ലാവർക്കും ചായം തേച്ച് അങ്ങ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ആ മേക്കപ്പ് കച്ചട എന്ന് പറഞ്ഞാൽ ലോക കച്ചട. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഉണ്ടല്ലോ, ഒരു വകയ്ക്ക് കൊള്ളൂല. ഇതിൻ്റെ ഒട്ടും ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു സാധനം. ഇതിന് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇവരുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ ഒരു സോങ്ങിൽ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയുന്നുണ്ട്. അത് നല്ല ഒരു സുഖമുള്ള ഒരു മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറേ നൈറ്റ് ഷോട്ടുകളുണ്ട്, പ്രത്യേകിച്ച് മിലിറ്ററിയുടെ കുറേ നൈറ്റ് ഷോട്ടുകളുണ്ട്. അതെല്ലാം കച്ചടയാണ്. പക്ഷേ ആ വീട്ടിനകത്തൊക്കെയുള്ള കുറേ നല്ല നൈറ്റ് ഷോട്ടുകളൊക്കെ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു അവസാനത്തെ കുറേ മിലിറ്ററിയുടെയൊക്കെ കുറേ സീനുകളൊക്കെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. അത് കൃത്യമായിട്ടുള്ള നൈറ്റ് ഷോട്ടുകൾ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ മൊത്തത്തിൽ ഈ സിനിമ കയ്യിൽ നിന്ന് പോയ സിനിമയാണ്, സത്യം സീരിയസ് ആയിട്ട് പറയുന്നത്. ഒരു വെറുതെ സമയം കളഞ്ഞു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇത് ഒരു നല്ല ഗംഭീരമായ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു 2.5 പകുതി മാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സമയം കിട്ടുമ്പോൾ വെറുതെ പോയിരുന്ന് ഹോട്ട്സ്റ്റാറിലിരുന്ന് കാണാവുന്നതന്നെ അപ്പുറം ഈ ഒരു സിനിമ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല. എന്നാൽ വളരെ മോശമല്ലാത്ത, എന്നാൽ മോശമാണെന്ന് വെച്ചാൽ മോശമാണ് താനും, കണ്ടോണ്ടിരിക്കാം എന്നതിനപ്പുറം. കാരണം ഒരുപാട് പട്ടാള കഥകൾ നമ്മൾ കേട്ടിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളികൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളത് കൊണ്ട് ഇത് നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സിനിമയുടെ കഥ പലയിടത്തും തീവ്രവാദമാണെന്ന് ചോദിച്ചാൽ തീവ്രവാദമല്ല. അതോടൊപ്പം തന്നെ ഇതിൽ പറയാൻ മറന്നുപോയി, ഈ ഡാമിനുണ്ടല്ലോ, ഈ ഡാമിന് പട്ടാളക്കാർ ഇൻവിറ്റേഷൻ ചെയ്ത് ആൾക്കാരെ ക്ഷണിച്ചു ആ ഡാമിൻ്റെ ഉദ്ഘാടനം നടത്തിക്കുന്നതൊക്കെ വലിയൊരു എന്താണ്. നമ്മുടെ ഇന്ത്യയിലേക്കകത്തല്ലേ ഇതൊക്കെ നടക്കുന്നത്? ഇന്ത്യക്കകത്ത് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമോ? കാശ്മീരിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷേ ഗവൺമെൻറ്റല്ലേ ഏറ്റവും ഹൈ, ഗവൺമെൻറ്റല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും ഉദ്ഘാടിക്കേണ്ടതും ഉദ്ഘാടനം നടത്തേണ്ടതും. ഉദ്ഘാടനത്തിൻ്റെ വിശിഷ്ടാതിഥികളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കണ്ടേ. ഇതെന്താണ്? പട്ടാളക്കാരാണ് ഉദ്ഘാടിക്കുന്നതും, പട്ടാളക്കാർ ഉദ്ഘാടിക്കാൻ വേണ്ടി, ഡാം ഉദ്ഘാടിക്കാൻ വേണ്ടി ആൾക്കാരെ ക്ഷണിക്കുന്നു, എന്നിട്ട് ഞാൻ സുരക്ഷിതത്വം തരും വരുന്നവർക്ക് എന്നൊക്കെ പറയാൻ വേണ്ടി
ഞങ്ങൾ സൈന്യം സുരക്ഷിതത്വം തരും അല്ലെങ്കിൽ ഗവൺമെൻറ് സുരക്ഷിതത്വം തരും എന്ന് പറയുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇത് ഞാൻ സുരക്ഷിതത്വം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഡയലോഗ് എന്തിടെ ഇത് ഊള സാധനമുണ്ട് സ്ക്രീൻ പ്ലേ. ഇത്രയും സെൻസ് ഇല്ലാത്തവന്മാരാണ് എടുക്കുന്നത്. പിന്നെ അവസാനം ക്ലൈമാക്സിൽ ചാകാൻ കിടക്കുന്ന 4 പുറഞ്ചം കുറേ വെടികൊള്ളുന്നവൻ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വെടിവെക്കുന്നു, ബോംബ് റിലീസ് ചെയ്യുന്നു. എൻ്റെ അമ്മച്ചി ഇതൊക്കെ പെറ്റ തള്ള സഹിക്കാത്ത ക്ലൈമാക്സ്. എന്നിട്ട് ചാകാൻ കിടന്നവൻ എഴുന്നേറ്റ് നടന്നു പോയി മകൻ്റെ അടുത്ത് പോയി കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ അവർ ഒന്നിക്കുകയാണ്. എന്നിട്ട് അമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്ന ഉണ്ണിയാർച്ചയാവുന്നു. എൻ്റെ അമ്മച്ചി ചിരിക്കാൻ കുറേ സാരമുണ്ട്. സമയം കിട്ടുമ്പോൾ കാണണം, ചിരിച്ച് മരിക്കാം. കാരണം മലയാളിക്ക് കുറേ ചിരിക്കാനുള്ള സാധനം ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ. അപ്പോൾ കാണേണ്ടവർക്ക് കാണാം, തള്ളേണ്ടവർക്ക് തള്ളാം. ഒരു 2 പോയിന്റ് കൊടുക്കാൻ പറ്റുന്ന, ഒരു 5-ൽ ഒരു 2 പോയിന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ അപ്പുറം ഇല്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.